عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബൈന റജുലുൻ ബിഫലാത്തിൻ മിനൽ അർദ് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മരുഭൂമിയിലിരിക്കുമ്പോൾ ഫസമിഅ സൗതൻ ഫീ സഹാബിഹി ഒരു മേഘം കീറി മഴക്കാറ് പോലെ മൂടി നിൽക്കുന്നു. ഇസ്കി ഹദീഖത ഫുലാനിൻ ആരോ ആ മേഘക്കീറിനോട് സംസാരിക്കുന്ന ഒരു അശരീരിയാണ് നിൽക്കുന്നത്. ഇന്നാലിന്ന മനുഷ്യന്റെ തോട്ടത്തിൽ ചെന്ന് നീ പെയ്തുകൊള്ളുക എന്നാണ് പറയുന്നത്. ഇവിടെ പെയ്യേണ്ടതില്ല, ജലം ആവശ്യമുള്ള ഒരാളുണ്ട്, അയാളുടെ തോട്ടത്തിൽ നീ ചെന്ന് മഴയായി വർഷിക്കണം എന്ന് ഈ മേഘക്കീറിനോട് ആരോ സംസാരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മനുഷ്യൻ ഇതിങ്ങനെ കേട്ടു, ശ്രദ്ധിച്ചു. അദ്ദേഹം നിരീക്ഷിച്ചു നോക്കിയപ്പോൾ ആ മേഘക്കീറിങ്ങനെ തെന്നിമാറി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് പോയി ഒരു തോട്ടത്തിനരികിൽ ചെന്ന് ഒരു പ്രദേശത്ത് ഇങ്ങനെ വർഷിക്കാൻ തുടങ്ങി. ഒരു തടയണ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കനാൽ. ആ കനാലിലേക്കാണ് കൃത്യമായി അത് വർഷിക്കുന്നത്. ആ കനാലിന് തൊട്ടടുത്ത് ഒരു തോട്ടമാണ്. ആ മനുഷ്യൻ ചെയ്യുന്നത് എന്താണ്? ഒരു മനുഷ്യൻ അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ ഒരു തോട്ടം, ആ തോട്ടത്തിനടുത്ത് ഒരു തൂമ്പയുമായി ഒരു മനുഷ്യനെ നിൽക്കുന്നുണ്ട്. നേരത്തെ മഴ പെയ്ത് നിറഞ്ഞ ആ കനാലിൽ നിന്ന് അദ്ദേഹം അങ്ങനെ വഴിവെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ജലസേചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച അദ്ദേഹം കണ്ടപ്പോൾ ഫഖാല, ആ മനുഷ്യനോട് ചോദിച്ചു, യാ അബ്ദല്ലാഹ് മസ്മുക്, എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പേരൊക്കെ പറഞ്ഞു കൊടുത്തു. പേര് പറഞ്ഞപ്പോൾ നേരത്തെ അദ്ദേഹം കേട്ട മരുഭൂമിയിൽ ഇങ്ങനെ തനിച്ച് നിൽക്കുമ്പോൾ മേഘക്കീറിനോട് ആരോ സംസാരിക്കുന്ന ഒരു അശരീരിയിൽ കേട്ട അതേ പേര് തന്നെ. ആ സമയത്ത് ഈ തോട്ടത്തിന്റെ ഉടമ ചോദിച്ചു, യാ അബ്ദല്ലാഹ് ലിമ തസ്അൽനി അൻ ഇസ്മി, എന്താ എന്റെ പേര് നീ ചോദിക്കാനുള്ള കാരണം? എന്തിനാ ഇപ്പൊ നീ ഇവിടെ വരാനുള്ള കാരണം? ഒരു അപരിചിതനെ കണ്ടാൽ അങ്ങനെയാണല്ലോ നമ്മൾ ചോദിക്കുമല്ലോ. ഒന്നുമില്ലാതെ പേര് വന്ന് ചോദിക്കുന്നു, എന്താ എന്റെ പേര് അന്വേഷിക്കാനുള്ള കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒറ്റക്ക് ഇങ്ങനെ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ ഒരു മേഘക്കീറിനോട് ആരോ സംസാരിക്കുന്നു, നിന്റെ ഈ തോട്ടത്തിൽ വന്ന് പെയ്യാം, എന്താണ് ഇതിന്റെ കാരണം എന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഇന്നി അൻദുറു ഇലാ മാ യഖ്റുജു മിൻഹാ, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കാര്യങ്ങളെ കൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ തോട്ടത്തിൽ നിന്ന്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംസാരം നടന്നതെന്ന് ഞാൻ ഭാവിക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഇതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ 1/3 ഭാഗം അത് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. നാളെ ജീവിതം കഴിഞ്ഞു പോകാൻ വേണ്ടി ഞാനത് മാറ്റിവെക്കും. അതിൻ്റെ 1/3 ഭാഗം അത് ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചിറക്കാൻ വേണ്ടി ഞാൻ നീക്കിവെക്കും. അപ്പൊ ഈ കൃഷി തന്നെയാണ് അദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 1/3 ഇനി കൃഷിയിലേക്ക് തിരിച്ചയക്കണം, എങ്കിലേ അദ്ദേഹത്തിന് എന്ത് ചെയ്യുള്ളൂ, അടുത്ത വർഷം വിളവെടുക്കാൻ കഴിയും. അപ്പൊ 1/3 അദ്ദേഹം അതിന് നീക്കും. 1/3 അദ്ദേഹം തന്റെ കുടുംബത്തിനും തനിക്കും ഭക്ഷിക്കാനുള്ള ഭക്ഷണമായി ഉപയോഗിക്കും. 1/3 ഞാൻ ആളുകൾക്ക് സ്വതക്ക ചെയ്യാൻ വേണ്ടി നീക്കിവെക്കും എന്ന മനുഷ്യൻ ഈ വന്ന അപരിചിതനായ മനുഷ്യനോട് പറയുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങോ പെയ്യേണ്ടിയിരുന്ന ആ മഴയെ മേഘക്കീറിന് ഈ മനുഷ്യന്റെ തോട്ടത്തിലേക്ക് അല്ലാഹു തആല നീക്കി കൊടുക്കുകയും മഴ പെയ്യാത്ത ഒരു സമയത്ത് അത്ഭുതാവഹമായിക്കൊണ്ട് ആ മഴ അദ്ദേഹത്തിന് വർഷിച്ച് നല്ല ജലസേചനത്തിന് അവസരം ഒരുക്കുകയും ചെയ്തത്. അതിന്റെ കാരണമാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. അതിലുള്ള കാരണം അതിന്റെ 1/3 ഞാൻ ജനങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ, വഴിയാത്രക്കാർ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും. പാവങ്ങൾ മിസ്കീന്മാർ വന്ന് ചോദിച്ചാൽ
കടക്കാർ വന്ന് ചോദിച്ചാൽ ഞാൻ അതൊക്കെ വിട്ടുകൊടുക്കും എന്ന് അദ്ദേഹം പറയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. ചിലപ്പോൾ ഓഫീസ് ജോലിയായിരിക്കും, അതല്ലെങ്കിൽ ഇതുപോലെ കാർഷിക വൃത്തിയായിരിക്കാം, അതുമല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പാട് എല്ലാവർക്കും ഉണ്ടാവില്ല. ആ ഉണ്ടാകുന്നതിൽ നിന്ന് ഇദ്ദേഹം 1/3 മാറ്റി വെക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 1 ലക്ഷമാണ് സമ്പാദ്യം, അല്ലെങ്കിൽ 10 ലക്ഷമാണ് സമ്പാദ്യം ഒരു വർഷമെങ്കിൽ അദ്ദേഹത്തിന്റെ 1/3 മാറ്റി വെച്ചാൽ എത്ര ഉണ്ടാവും? 3 ലക്ഷത്തി സംതിങ് അദ്ദേഹം മാറ്റി വെക്കാൻ ആർക്ക്? സ്വതക്ക ചെയ്യാനുണ്ട്. അപ്പൊ അത്രയൊന്നും നമ്മൾ മാറ്റി വെക്കണ്ട. ഓരോ ദിവസവും ഒരു 10 രൂപയെങ്കിലും, ഓരോ ദിവസവും ഒരു 10 രൂപയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന്, നമുക്ക് കിട്ടുന്ന വേതനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതെല്ലാം ആശ്വാസമായി കിട്ടുമെന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത്. മഴ പെയ്യാത്ത ഒരു കാലത്ത്, അല്ലെങ്കിൽ മഴ ആവശ്യമുള്ള ഒരു സമയത്ത് എവിടെയോ പെയ്യേണ്ട മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. എന്താ കാരണം? അദ്ദേഹത്തിന്റെ സ്വതക്കയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ശീലിക്കണം. 10 രൂപ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായ അവർ മാസമാകുമ്പോഴേക്കും 300 രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടാവും. അത് മാസാവസാനം കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിനിടയിൽ ഏതെങ്കിലും മിസ്കിന്മാരൊക്കെ ഇപ്പോൾ പള്ളിയിൽ വന്നു പോകുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ കീശയിൽ നിന്ന് എടുത്തു കൊടുത്താൽ ആ പൈസയിൽ നിന്ന് പിന്നെ നമ്മൾ എടുത്താണ്. അങ്ങനെ ഒരു 10 രൂപ അങ്ങനെ ദിവസവും മാറ്റിവെക്കുന്ന ഒരു സിസ്റ്റം, അതിലേറെ കഴിയുന്നവർ അതിലേറെ മാറ്റിവെക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ, അത് പുലർത്തിയാൽ നമ്മുടെ നാം ബന്ധപ്പെടുന്ന മേഖലയിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ ബിസിനസ്സിലൊക്കെ അതൊരു വലിയ ബറക്കത്തിന്റെ കാരണമാകും. അല്ലാഹു അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പുണ്യങ്ങളൊക്കെ കേൾക്കുന്നതും അതിലധികം ജീവിതത്തിൽ പകർത്തുന്നതും അതാണ് നമ്മുടെ വിജയം. അല്ലാഹു ആ വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ൽ സവാബ് മക്കളിൽ നിന്ന് മറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചോനെ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹസ്നുൽ ഖാത്തിമത്ത് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അല്ലാഹുവേ, സൂഉൽ ഖാത്തിമത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. സുബ്ഹ് ജമാഅത്തിനെത്തിയവർക്ക് വലിയ ഖൈർ നൽകണേ അല്ലാഹ്. ഇതിന് ബന്ധപ്പെടുന്ന സർവ്വ മേഖലകളിലും ജോലികളിലും അല്ലാഹുവേ, ബിസിനസ്സിലും എല്ലാം നീ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദാഇൽ വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ എല്ലാം ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ നീ അവസരം നൽകണേ അല്ലാഹ്. ശർറിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഈമാനിക ഖുവത്ത് പ്രഭ നീ നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد عليه وسلم. السلام عليكم.